ഹായ്, എല്ലാവർക്കും റോച്ചാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് റഫ് സൈഡും ഉണ്ട്, അതുപോലെ സ്മൂത്ത് സൈഡും ഉണ്ട് അല്ലെ. അപ്പൊ ഏത് മീഡിയത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏത് സൈഡാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേപ്പറിന്റെ ഏത് സൈഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെന്റ് ടൈപ്പ് ടെക്സ്ചറും അതുപോലെ തന്നെ ഫിനിഷിങ്ങും ആണ് വരുന്നത്. ഇപ്പൊ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടെക്സ്ചർ ഫീൽ ചെയ്യാറുണ്ട്, ചിലത് നല്ല സ്മൂത്ത് ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അത് ഈ ഒരു പേപ്പറിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ റഫ് സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടെക്സ്ചർ ടൈപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട് എന്ന് പറയുന്നത്. ഇനി സ്മൂത്ത് സൈഡ് ആണെന്നുണ്ടെങ്കിലോ ഒരു റിയലിസ്റ്റിക് ഫീൽ ആയിരിക്കും, കുറച്ചും കൂടെ ഒരു ബ്ലെൻഡ് എഫക്റ്റ് ഒക്കെ നമുക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ നമുക്ക് ഗ്രാഫൈറ്റ് പെൻസിൽ അതുപോലെ തന്നെ കളർ പെൻസിൽ ഈ ഒരു മീഡിയത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു റഫ് സൈഡ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് വിചാരിക്കാം. അതിലൊരു പിക്ചർ ചെയ്ത ടെക്സ്ചർ എഫക്റ്റ് ആണ് കിട്ടുക. ഭയങ്കര ബ്ലെൻഡ് ആയാലേ സ്മൂത്ത് ആയിട്ടൊന്നും അങ്ങനത്തെ ഒരു ഔട്ടല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ ഫിനിഷിങ് വേണ്ട വർക്കുകൾ ഉണ്ട്. ഇപ്പം ആനിമൽസിനൊക്കെ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും റഫ് സൈഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഫേസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് വരണം അല്ലെ. ഒരു എന്താ പറയാ, ആ ഒരു ഫേസിന് ടെക്സ്ചർ ഉണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും എന്താണ് സ്മൂത്ത് സൈഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും ഏത് സൈഡാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ന സൈഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇനിയിപ്പോ ചാർക്കോളിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൈഡിൽ ചാർക്കോൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ഓൺ സ്റ്റൈലിൽ എന്ത് ചെയ്യും, ആ ഒരു മീഡിയത്തിനെ മാറ്റിയെടുക്കും. ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ആ ഒരു മീഡിയത്തിന്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന് ഭംഗി ഉണ്ടാവുക, അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്യുന്നത്. ഇനി ഓയിൽ പേസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചില കളർ പെൻസിൽ ഒരു ഓയിലി എഫക്റ്റ് ഉള്ളതായിരിക്കും. അപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓയിൽ പേസ്റ്റിൽ ചെയ്യുമ്പോൾ കൂടുതലും റഫ് സൈഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ഇങ്ങനെ കൂടുതൽ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഔട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഓയിലൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന നന്നായിട്ടൊക്കെ അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവര് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് സൈഡും യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് അതൊരു വഴക്കം എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. എന്നാലും ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റഫ് സൈഡ് തന്നെ എടുക്കുന്നതാണ് ഓയിൽ പേസ്റ്റിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വാട്ടർ കളറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വാട്ടർ കളറിന് നമ്മൾ ഏറ്റവും കൂടുതൽ ടെക്സ്ചർ ടൈപ്പ്, അതായത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് യൂസ് ചെയ്യാറുള്ളത്. അത് നമുക്ക് വെള്ളം അത്രത്തോളം ക്യാരി ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലും ഉണ്ട് റഫ് സൈഡ് ആണെങ്കിലും സ്മൂത്ത് സൈഡ് ആണെങ്കിലും. രണ്ടും യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ളതാവുമ്പം നമുക്ക് വേറൊരു ടൈപ്പ് ചിത്രമാണ് കിട്ടുക. ഇപ്പൊ എങ്ങനെയാ പറയാ, ഒരു ഫോട്ടോ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫിനിഷിങ്ങിലല്ല ഒരു വർക്ക് വരാം, ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യും. അത് ഭംഗിയായിട്ട് കാണുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തവരുണ്ട്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വാട്ടർ കളറിൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. അതിൽ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതും നമ്മളൊരു തെറ്റിദ്ധാരണയാണ് റഫ് സൈഡിലാണ് വാട്ടർ കളർ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ആർട്ട് സ്റ്റൈൽ ഉണ്ട് വാട്ടർ കളറിൽ. അപ്പൊ ആ ഒരു സ്റ്റൈലിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റഫ് സൈഡ് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വരുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ ആക്രിലിക് പെയിന്റും അതുപോലെ തന്നെ ഓയിൽ പെയിന്റ് ആണ്. ഓയിൽ പെയിന്റ് ആക്രിലിക്കും നമ്മൾ കൂടുതലും ക്യാൻവാസിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനി അതിനായിട്ട് സെപ്പറേറ്റ് പേപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാണ്ട് തന്നെ ആക്രിലിക് ഒക്കെ സ്മൂത്ത് പേപ്പറിൽ, നോർമൽ പേപ്പറിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ഇപ്പൊ ആക്രിലിക് ഒക്കെ പെയിന്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ നിങ്ങൾ പേപ്പറിൽ തന്നെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരു നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും അതിന് ക്യാൻവാസിലോട്ട് തന്നെ മാറുമ്പോഴാണ്. പിന്നെ അത് ലാസ്റ്റ് ചെയ്തിരിക്കും. നമുക്ക് ആക്രിലിക്കിന്റെ ഒക്കെ പ്രത്യേകത അത്യാവശ്യം ലാസ്റ്റ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ക്യാൻവാസിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഏതൊക്കെ മീഡിയത്തിൽ ഏത് പേപ്പറിന്റെ ഏത് സൈഡ് യൂസ് ചെയ്യണം എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത്, ചില പിക്ചേഴ്സ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് വരയ്ക്കും, പക്ഷെ അത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല. അതിന്റെ കാരണം എന്താണ്? അതിലും പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഗ്രാഫൈറ്റ് പെൻസിൽ ഒരു വർക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില ആംഗിളിൽ നോക്കുമ്പോൾ അതെന്താണ്,
അത് നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു പിക്ചർ കിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം, ലൈറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇനി നന്നായിട്ട് സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്മൂത്ത് സൈഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ വർക്ക് ചെയ്യാനായിട്ട് സ്മൂത്ത് സൈഡിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഫേസ് പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് സൈഡാണ് ബെറ്റർ ആയിരിക്കുക. ക്യാമറയിലൊക്കെ കാണാനായിട്ട്, അത് ഫോണിലാണെന്നുണ്ടെങ്കിലും അത് കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കുക സ്മൂത്ത് സൈഡാണ്. ഈ ഗ്രാഫൈറ്റ് പെൻസിൽ ഒരു ഷൈനിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു നമ്മൾ കാണുന്ന ഒരു ഫീല് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാവാറില്ല. അതിന് കാരണം വേറൊന്നുമല്ല, പേപ്പറിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അതിന് സ്മൂത്ത് സൈഡ് യൂസ് ചെയ്യുക. കുറച്ചും കൂടെ ഒരു ഗ്രെയിൻസ് വരുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സ്മൂത്ത് സൈഡാണ് ഏറ്റവും ബെറ്റർ. ഇനി അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്, അത് ലൈറ്റിന്റെ പ്രശ്നമാണ്. ലൈറ്റ് കറക്റ്റ് ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഗ്രാഫൈറ്റ് പെൻസിലിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ക്യാമറയിൽ നല്ല ഫോട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ഫിനിഷിങ്ങിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു റിയലിസ്റ്റിക് ഫീലിലേക്കാണ് അത് വരേണ്ടതെങ്കിൽ, റിയലിസ്റ്റിക് അത് പ്രത്യേകം എടുത്ത് പറയാണ്, എല്ലാ പിക്ചേഴ്സും നമുക്ക് റിയലിസ്റ്റിക് ഫീലിലേക്ക് വരുത്താനുള്ളതായിരിക്കില്ല. എന്നാൽ കൂടുതൽ പേരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് റിയലിസ്റ്റിക് ഫീലിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് പേപ്പറിന്റെ ഏത് സൈഡ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ സ്മൂത്ത് സൈഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഔട്ട് കിട്ടേണ്ടതെങ്കിൽ അതിനനുസരിച്ച് സ്മൂത്ത് സൈഡ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാഡോ ഇട്ടാതെ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ ലൈറ്റ് ഏത് ആംഗിളിൽ പിടിക്കുന്ന അനുസരിച്ചിട്ടൊക്കെ നമ്മളെ വർക്കിന്റെ ആ ഒരു ഫിനിഷിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിനൊക്കെ ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുക. ഇനിയൊരു സംശയം ഉണ്ടായിരിക്കരുത് ഏത് സൈഡ് യൂസ് ചെയ്യണം. ഇപ്പം പലർക്കും പണ്ട് മുതലേ നിങ്ങൾ ഏതെങ്കിലും ആർട്ട് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവും വാട്ടർ കളറിന് റഫ് സൈഡ് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത് മാത്രമേ യൂസ് ചെയ്യുക, അങ്ങനെ കേട്ടിട്ട് അത് പഠിച്ചു വന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള നിയമം ഫോളോ ചെയ്തിട്ടൊന്നും അല്ല ഒരു ആർട്ടിസ്റ്റും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓൺ സ്റ്റൈലിൽ ആ ഒരു പേപ്പറിനതാണെങ്കിലും മീഡിയത്തിനാണെങ്കിലും മാറ്റിയെടുക്കുന്ന രീതിയിൽ അത്രയും അടിപൊളിയായിട്ടുള്ള വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളൊരു വാട്ടർ കളറിന്റെ പെയിന്റിങ് കണ്ടു കഴിഞ്ഞാൽ അത് ഓയിലാണോ എന്ന് ചിലപ്പോൾ ഫീൽ ചെയ്യും. അത്തരത്തിലൊക്കെ ആ മീഡിയത്തിനെ മാറ്റിയെടുക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കറക്റ്റ് അല്ലേ? പക്ഷെ നമുക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.